മംഗളവാർത്ത 4-ാം ഞായർ മത്തായി 1:18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ പിറവിത്തിരുനാളിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഉറപ്പുള്ള പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ നമ്മൾ തിരുനാൾ ദിവസത്തേക്ക് അടുക്കുകയാണ്. ഇനി തടസ്സപ്പെടുത്തുന്ന ഒന്നുമില്ല നമുക്ക്. എന്നാൽ അന്നത്തെ സ്ഥിതി അങ്ങനെയായിരുന്നില്ല. ദൈവത്തിന് തന്നെ യൗസേപ്പിനെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ടായിരുന്നു. മറിയം ഗർഭിണിയാണ്. അതുവരെയും യൗസേപ്പ് അത് അറിഞ്ഞിരുന്നില്ല. യൗസേപ്പിന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും പ്ലാനിനെയും കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതിന് ദൈവം തൻ്റെ മാലാഖയെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഉറക്കവും സ്വപ്നവും കമ്മ്യൂണിക്കേഷൻ മീഡിയം ആക്കുന്നുണ്ട് ദൈവം. വേദപുസ്തകത്തിൽ അതിന് ഉദാഹരണങ്ങൾ പലതുണ്ട്. സ്വപ്നലോകം യഥാർത്ഥമോ അയഥാർത്ഥമോ എന്ന ചോദ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത്. മനുഷ്യൻ്റെ പ്രതീക്ഷയെയും ഭീതിയെയും ഒപ്പം ബാധിക്കുന്ന ഒരു മേഖലയാണ് സ്വപ്നം. സ്വപ്നമല്ലെങ്കിൽ സ്വപ്നലോകം ആഗ്രഹങ്ങളുടെയും ഇച്ഛാഭംഗങ്ങളുടെയും വേദി കൂടിയാണ്. ഒരു സ്വപ്നലോകത്താണ് ദൈവം യൗസേപ്പിൻ്റെ പക്കലേക്ക് തൻ്റെ ദൂതനെ അയക്കുന്നത്. മനസ്സിൻ്റെ ലോകത്തിന് അതിർത്തികളില്ല. ദൈവത്തിൻ്റെ പക്കൽ വരെ തടസ്സമില്ലാതെ കടന്നു ചെല്ലാവുന്ന മേഖലയാണ് സ്വപ്നലോകത്തിൻ്റേത്. ഭാഷ പോലും ഒരു പ്രശ്നമല്ല സ്വപ്നലോകത്ത്. ഭാഷ തന്നെ ഉരുത്തിരിയുന്നത് അവിടെയാണെന്ന് പറയാം. അവിടെയാണ് ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യോസഫിനെ സംശയത്തിൻ്റെ കയത്തിൽ നിന്നും കരകയറ്റുന്നത്. താൻ അറിയാതെ തനിക്കായി നിശ്ചയിക്കപ്പെട്ട മറിയം എങ്ങനെ ഗർഭിണിയായി എന്ന സംശയം യോസഫിനെ ആകെ ഉലച്ചു. അതും നല്ലത് മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ളതും തനിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നതുമായ മറിയത്തിൻ്റെ സത്പേരിന് കളങ്കം വരുത്തുന്ന ഒരറിവാണ് അയാളെ മനോവിധയിലാക്കിയത്. അയാളുടെ നീതിബോധം അവളിൽ ഒരു കുറ്റവും ആരോപിക്കുവാൻ അയാളെ അനുവദിച്ചില്ല. അവളുടെ സത്പേരിന് ഒരു കളങ്കവും സംഭവിക്കരുത് എന്നുള്ള ഉറച്ച നിശ്ചയവും അയാൾക്കുണ്ടായിരുന്നു. അതിനാലാണ് ഉറക്കത്തിന് പോലും വിരാമം വിടാൻ പറ്റാത്ത വിചാരങ്ങൾ അയാളെ അലട്ടിയത്. ഒരു ഉറക്കം ഇന്നലകളെ ഒരു പരിധിവരെ കഴുകി വൃത്തിയാക്കും. പഴകിപ്പോയവയെ പുതുമയുള്ളവയാക്കും. ഉറക്കം പുതിയ ചിന്തകൾക്ക് ഒരു ഉറവുചാലാകും. അങ്ങനെ ഓരോ പ്രഭാതവും പുതുമ നിറഞ്ഞതാകും, നിഷ്കളങ്കവുമാകും. പ്രതീക്ഷ ഉണർത്തുന്നതാണ് ഓരോ പ്രഭാതവും. അതിൽ ദൈവത്തിൻ്റെ സ്പർശനമുണ്ട്. യോസഫ് അതനുഭവിച്ചു തുടങ്ങി. കർത്താവിൻ്റെ മാലാഖ യൗസേപ്പിന് ബോധ്യം പകർന്നു. ദാവീദിൻ്റെ പുത്രനായ യോസഫ് മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾക്കെല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ജീവചൈതന്യമായ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, തുടർന്നും ഉണ്ടായിരിക്കും. ആ അരൂപിയായ ചൈതന്യമാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദ്യ സൃഷ്ടിയായ രൂപവും ഭാവവുമില്ലാത്ത എങ്കിലും ജീവൻ്റെ ആദ്യ ഇരിപ്പിടമായ ജലത്തിന്മേൽ ചലനം സൃഷ്ടിച്ച് കടന്നുപോയത്. ഉൽപ്പത്തി 1:2. എല്ലാ ജീവൻ്റെയും അമ്മയായ ജലത്തിന് ഉൽപ്പാദന ശക്തി നൽകിയതും അതേ ചൈതന്യമാണ്. മറിയത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന് അവളിൽ പുതുജീവൻ്റെ ഉണർവും ചലനവും ഉണ്ടാക്കിയത് ആ ചൈതന്യം തന്നെയാണ് എന്ന് മാലാഖ പറയാതെ തന്നെ പറഞ്ഞു. മറിയത്തോടാകട്ടെ അത് വ്യക്തമായി തന്നെ മാലാഖ പറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ലൂക്ക 1:35. സ്വപ്നലോകത്തിൽ യോസഫിൻ്റെ മനസ്സും ഭാവനയും ഇவ்விധമുള്ള ചിന്തകളിലൂടെ കടന്നുപോയി കാണും. സ്വപ്നത്തിലും ഉറക്കത്തിലുമാണ് നമുക്ക് ആഴമായ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നത്. എവിടെ നിന്നെന്നറിയില്ല, അവയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തും. ഉറക്കത്തിൻ്റെയും മയക്കത്തിൻ്റെയും ലോകം വിശാലമാണ്. അവിടെ ആകെ നിശബ്ദതയാണ്. എന്നാൽ ശൂന്യമായ നിശബ്ദതയല്ലത്. വചനം പൊട്ടിമുളയ്ക്കുന്നത് അവിടെയാണ്. വാക്കുകളുടെയും ഉച്ചാരണത്തിൻ്റെയും ആവരണവും ആർഭാടവും ഇല്ലാത്ത വചനം അവിടെ പിറക്കുന്നു. അത് യൗസേപ്പ് ആ നിമിഷങ്ങളിൽ അനുഭവിച്ചറിഞ്ഞു. സൃഷ്ടികർമ്മം ദൈവത്തിന് മാത്രം സാധിക്കുന്ന മഹാത്ഭുതമാണെന്ന് അയാൾക്ക് ബോധ്യമായി. ദൈവത്തിൻ്റെ ഉൾക്കാഴ്ചയ്ക്ക് സമയത്തിൻ്റെ പരിധികളില്ല. ഒരു വ്യക്തിയുടെ മാത്രം പരിമിതികളിൽ അത് ഒതുങ്ങി കിടക്കുന്നതുമില്ല. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു കന്യകയിൽ അവിടത്തേക്ക് തുടങ്ങിവെക്കാം. അതാണ് മറിയത്തിൽ അവിടുന്ന് ചെയ്തത്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. പേരിടാനുള്ള അധികാരം പിതാവിനുള്ളതാണ്. സ്വർഗപിതാവ് ആ പേര് നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഭൂമിയിലെ പിതാവായി ഇനി മുതൽ അറിയപ്പെടേണ്ട യോസഫിന് ആ പേര് വിളംബരം ചെയ്യുവാനുള്ള അധികാരം ദൈവം നൽകി.
ദാവീദിൻ്റെ പുത്രൻ എന്നാണ് മാലാഖ യൗസേപ്പിനെ വിളിക്കുന്നത്. മറിയത്തിൽ നിന്ന് പിറക്കുന്ന ശിശുവും ദാവീദിൻ്റെ പുത്രൻ ആയിരിക്കും. ഇടമുറിയാത്ത പിന്തുടർച്ചയാണ് യേശുവിന് അതുവഴി ലഭിക്കുന്നത്. യേശു എന്ന പേര് എമ്മാനുവേൽ എന്ന പേരിന് തുല്യമാണ്. അവ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്, ക്രിയാനാമങ്ങളാണവ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്നർത്ഥം. ഒപ്പം ആ പേരുകൾ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിന് പകരം നിൽക്കുന്നു. നമ്മോടുകൂടെ നിരന്തരം ഉണ്ടായിരിക്കുന്ന ദൈവത്തിൻ്റെ നാമമാണത്. രക്ഷാകര സാന്നിധ്യമെന്ന് യേശു സാന്നിധ്യത്തെ വിളിക്കാം. തനിക്ക് വാസസ്ഥലമൊരുക്കുന്നവർക്ക് സ്വയം ആകുന്നവൻ എമ്മാനുവേൽ. യോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ശിശുവിന് യേശു എന്ന് പേരിട്ടു. അങ്ങനെയാണ് ഇന്നത്തെ സുവിശേഷം പര്യവസാനിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാന കഥാപാത്രം യോസഫാണ്. മറിയത്തോടൊപ്പം സ്ഥാനവും അധികാരവും ദൈവം അദ്ദേഹത്തിന് നൽകുന്നു. അതായത് അദ്ദേഹം വളർത്തുപിതാവ് മാത്രമല്ല, ഔദ്യോഗികമായി പിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നവനാണ്. മറിയത്തോടൊപ്പം ദൈവത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ പങ്കാളിയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. 2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ക്രിസ്മസിൻ്റെ മുന്നോടിയായി ഇന്ന് ആഗമനകാലം 4-ാം ഞായറാഴ്ച ആ വലിയ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ സുവിശേഷം നമുക്ക് വഴിയൊരുക്കുകയാണ്. ധ്യാനത്തിലൂടെ മാത്രമേ ആ വലിയ രഹസ്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിലും സംഭവിക്കേണ്ട ചിലതുണ്ട് ഈ വലിയ തിരുനാളിന് ഒരുങ്ങുമ്പോൾ. ഒന്നാമതായി, ദൈവത്തെ നമ്മുടെ ഉള്ളിലും ജീവിതത്തിലാകമാനവും സ്വീകരിക്കുവാനുള്ള സന്നദ്ധത നമുക്കുണ്ടാകണം. അതിന് നമ്മൾ സമ്മതം പറയണം. നമ്മൾ വെറും കാഴ്ചക്കാരല്ല. രണ്ടാമതായി, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ചിലരെയൊക്കെ ദൈവത്തിൻ്റെ ഉപകരണങ്ങളാക്കുന്നു. അവരെ കുറ്റക്കാരായി വിധിക്കരുത്. അവർ ഏത് സാഹചര്യത്തിൽ നിന്നുള്ളവരാണെങ്കിലും അവരുടെ മറിഞ്ഞിരിക്കുന്ന നന്മകളിലൂടെ ദൈവം തൻ്റെ ചരിത്രാതീതമായ രക്ഷാപദ്ധതികളെ നടപ്പാക്കുന്നതായി കാണുവാനുള്ള ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം, യോസഫിന് സാധിച്ചതുപോലെ. മൂന്നാമതായി, മനുഷ്യ സമൂഹത്തിൽ പിതൃത്വവും മാതൃത്വവും ദൈവത്തിൻ്റെ തുടർന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടികർമ്മത്തിൻ്റെ പങ്കാളിത്തമായി നമ്മൾ കാണണം. മാതാപിതാക്കളല്ല മക്കൾക്ക് ജീവൻ അതിൻ്റെ തനിമയിൽ നൽകുന്നത്, ദൈവമാണത് അവർ വഴി കൈമാറുന്നത്. എല്ലാ ജീവൻ്റെയും ദൈവികമായ പിറവിയെ നമ്മൾ അംഗീകരിക്കണമെന്ന് സാരം. മക്കൾ എന്ന വലിയൊരു ദാനത്തെ ദൈവമാണ് മാതാപിതാക്കളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. നാലാമതായി, പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും പേര് ഓരോ ദൗത്യങ്ങളാണ്. ദൈവമാണ് ഓരോ കുഞ്ഞിനെയും പേര് ചൊല്ലി വിളിക്കുന്നതും അതിന് ഇവിടെ വാസസ്ഥലമൊരുക്കുന്നതും. യേശുവിനെപ്പോലെയും യോഹന്നാനെപ്പോലെയും ഓരോ കുഞ്ഞിനും വളരുന്നതനുസരിച്ച് ജീവിതത്തിൻ്റേതായ ഓരോ ദൗത്യം നിർവഹിക്കുവാനുണ്ട്. അതിന് അവനെ അല്ലെങ്കിൽ അവളെ വിളിച്ചുണർത്തുവാനും ഓർമ്മപ്പെടുത്തുവാനുമുള്ളതാണ് നൽകപ്പെടുന്ന പേര് വിളിക്കുവാനുള്ളതാണ്. അവസാനമായി, അവഗണിക്കപ്പെടുന്ന പേര് പോലും പറയപ്പെടാത്ത ലക്ഷക്കണക്കിന് ജീവിതങ്ങളുണ്ട് ഈ ലോകത്തിൽ. പരിപാലനം ലഭിക്കാതെ, ഒരംഗീകാരവും ലഭിക്കാതെ, സ്നേഹം ലഭിക്കാതെ, പേര് പോലും വിളിക്കപ്പെടാതെ ഒരുപാട് പേർ. അവരുടെയെല്ലാം പേര് യേശു എന്ന് തന്നെയാണ്. അവർക്കാണ് നമ്മൾ ഹൃദയത്തിലും ജീവിതത്തിലും നമ്മുടെ സുഖസൗകര്യങ്ങൾക്കിടയിലും ഭവനം ഒരുക്കേണ്ടത്. അവരെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് ആകുകയില്ല. നമ്മൾ പുൽക്കൂട് ഒരുക്കുമ്പോൾ അതിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ആ ചെറുജീവൻ ആരുടേതായിരിക്കണം? അത് ഇവരുടേതായിരിക്കണം. നമ്മുടെ ഹൃദയങ്ങളായിരിക്കണം ഏറ്റവും ആകർഷകമായ പുൽക്കൂടാകേണ്ടത്. പേരില്ലാത്തവരെ തേടി നമുക്ക് ഇറങ്ങിപ്പുറപ്പെടാം എവിടെയും നമ്മൾ പുൽക്കൂട് ഒരുക്കുമ്പോൾ. ഏവർക്കും കാത്തിരിപ്പിൻ്റെയും കണ്ടെത്തലിൻ്റെയും ദിനങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.